അടിപൊളി വരുമേ. നമ്മുടെ കേരക്കറിയുണ്ട്, തോരനുണ്ട്, ബീട്രൂട്ടിൻ്റെ ഒരു കൂട്ടുണ്ട്, സാമ്പാറുണ്ട്. സാമ്പാറാണോ രസമാണോ എന്നൊരു സംശയമുണ്ട്. ഇത് രണ്ട് ഏതോ ഒന്ന് സംഭവമുണ്ട്. ചുണ്ടൻ കിടക്കുന്ന കണ്ടോ നമ്മുടെ സ്വന്തം കാഴ്ചാൽ. അപ്പോൾ നമ്മുടെ PBCക്കാരാണ് ഇപ്രാവശ്യം പങ്കായം ഇറങ്ങി ഒന്നാമതെത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാരിച്ച ചുണ്ടൻ ഈ ആറ്റിലാണ് അവർ റിഹേഴ്സൽ നടത്തുന്നത്. ക്യാമ്പാണെങ്കിൽ അതിസുന്ദരമായ ക്യാമ്പ്, അന്തരീക്ഷവും അതെ. എനിക്ക് ചുറ്റും നോക്കിയേ എന്തോരം ഹൗസ് ബോട്ടുകളാണ്. അത്ര മനോഹരമായ പള്ളാത്തുരുത്തി പാലത്തിന് തൊട്ട് താഴെയായിട്ട് ഒരു പള്ളിയുണ്ട്. അതിൻ്റെ പാരിഷ് ഹാളിൽ വെച്ചിട്ടാണ് ഈ ക്യാമ്പൊക്കെ നടക്കുന്നത്. ഈ കാരിച്ചാലെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടും ഭയങ്കര അഭിമാനമാണ്. എൻ്റെ അമ്മ ഒരു കാരിച്ചക്കാരി ആയതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതൽ ഞാൻ കേൾക്കുന്ന ഒരേ ഒരു പേരാണ് കാരിച്ചാൽ, കാരിച്ചാൽ, കാരിച്ചാൽ. നമ്മുടെ PVCയിലെ ചുണക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആഹാരം എന്താ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പം നമ്മുടെ ചേട്ടാ പേര് നമ്മുടെ രാജേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അവർക്ക് വേണ്ട പ്രധാനമായ ഭക്ഷണങ്ങളൊക്കെ നല്ല ചേരുവകളോട് തയ്യാറാക്കുന്ന ആള്. ഇപ്പൊ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ചിക്കൻ കറിയുടെ ഗ്രേവ് അടിച്ചിട്ടുണ്ട്. ഗ്രേവ് അടിച്ചോണ്ടിരിക്കുക. ചിക്കൻ ഇട്ടില്ല. ഇപ്പം വരും ഉടനെ. ഇതിപ്പോ ഈ ഉച്ചക്കത്തെ ശേഷം വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമാണ്. ഇപ്പൊ ഉച്ചയ്ക്കാണ് ചോറ്, നോർമൽ ചോറ്, മീൻകറി, അച്ചാറ്, തോരൻ, അങ്ങനെ എല്ലാ ഐറ്റംസും. ഞങ്ങളെ ഒരുപാട് ക്യാമ്പുകളിൽ പോകുന്നുണ്ട്. അപ്പൊ ചിലയിടത്തൊന്നും ചോറ് കൊടുക്കുന്നില്ല. ഇച്ചിരി ചോറ് കിട്ടിയില്ലെങ്കിൽ കൊതിയാണ്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ PBC എല്ലാം കഴിക്കും. എന്നുവെച്ചാൽ എല്ലാ എനർജികളും വന്നിട്ട് വേണം അവസാനം ആ വെള്ളിക്കപ്പ് നമുക്ക് സ്വന്തമാക്കാനല്ലേ. അപ്പൊ ചേട്ടൻ എത്ര വർഷമായി? ഞാനിപ്പോ 4ാമത്തെ വർഷം ഈ പ്രാവശ്യം ഒരു ചരിത്രമുണ്ട്. 4 പ്രാവശ്യം അടുപ്പിച്ച് നമ്മള് കപ്പെടുത്തു. ഇനി ഒരു വട്ടം ചരിത്രമായിരിക്കും അല്ലേ? എന്താ പേരെന്തുവാ? മുരളിച്ചേട്ടൻ. മുരളിച്ചേട്ടൻ എക്സിക്യൂട്ടീവ് ഓടിനോളാ. അപ്പൊ ഈ പ്രാവശ്യം 5ാമത് നമ്മള് പണ്ടൊക്കെ പറഞ്ഞാലേ ശരിക്കും പണ്ടൊക്കെ പറഞ്ഞാൽ ഈ വള്ളങ്ങളുടെ പേരിലായിരുന്നു ഒരു വാശിയും. പക്ഷെ ഇപ്പൊ ക്ലബ്ബ് PBC അങ്ങനെ ഒരുപാട് ക്ലബ്ബുകൾ ഫാൻസ് ഒരുപാടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം 4ാമത്തെ പ്രാവശ്യം നമ്മള് എനിക്ക് ഇവിടെ ഇറക്കുന്നതിനെക്കാട്ടി നമ്മള് 4 പ്രാവശ്യം അടുപ്പിച്ച് വെള്ളിക്കപ്പ് സ്വന്തമാക്കി PBC. ഇനി ഒരു പ്രാവശ്യം കൂടെ മേടിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചരിത്രമായിരിക്കും അല്ലേ? റെക്കോർഡായിരിക്കും. അപ്പം ഞാനും ഇറക്കിക്കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നം വരുമോ? പങ്കായോ? പക്ഷെ ഭക്ഷണത്തിലും കൂടെ ആണല്ലേ? എല്ലാം പൊളിച്ച് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇച്ചിരി ഗ്രേവി ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ചൂടായിരിക്കുമല്ലോ, നല്ല ചൂടായിരിക്കും. ഇച്ചിരി സ്പൂൺ എന്നാലും നമുക്ക് നോക്കണം ചേട്ടന്റെ നമ്മള് ഇപ്പം നമ്മുടെ സദ്യ പരിപാടികളൊക്കെ പോകുന്നതൊക്കെ ഫംഗ്ഷന് പോകുന്നതൊക്കെയുള്ള ടേസ്റ്റ് കാണത്തില്ല. മസാല, എരിവ്, പുളി ഇതെല്ലാം കുറച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാലേ ഞാനിപ്പോ ഈ വള്ളംകളി വീഡിയോ എടുത്തതിന് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വള്ളംകളി മത്സരത്തിന് കുറെ ചിട്ടകളുണ്ട്. കാരണം അവരുടെ ആരോഗ്യം, അവരുടെ ഒരു മെനു, അതായത് ഉപ്പ് കുറവായിരിക്കണം, മധുരം. ഇത് തുഴയുന്ന സമയത്ത് പിള്ളേർക്ക് നെഞ്ചരിച്ചില്, ഗ്യാസ് ട്രബിൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പുളി എരിവ് ഇതൊരു കൺട്രോളിങ്ങിലാ പോകുന്നത്. തീരെ കുറച്ച്
അപ്പം ഇവരുടെ വൈകുന്നേരം ഇതിനോട് ചിക്കൻ്റെ കൂടെ ഇന്ന് ഊണാണ്, ഒരു ദിവസം ഊണ് ചോറാണെങ്കിൽ പിറ്റേന്ന് ഞങ്ങൾ വൈകുന്നേരം ഇപ്പൊ ഞങ്ങള് ട്രാക്ക് എൻട്രി ഒക്കെ കാണാൻ വേണ്ടി പോവാ. എങ്ങനെയുണ്ട്, എത്ര മിനിറ്റ് എടുക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി പോവാ. അപ്പൊ തിരിച്ചു കഴിയുമ്പോൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നോക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും കഴിക്കാം. കൂടുതലാണ് നമ്മള് ഒരേ ഫംഗ്ഷനിൽ വെക്കുന്ന പോലെയല്ല, അതിന്റെ ഇരട്ടിയായിരിക്കും. അടിപൊളിയായിരുന്നു, ഉഷാറായിരുന്നു. അത്യാവശ്യത്തിന് എല്ലാം ഉണ്ട്. ഓ എന്തായാലും നമ്മൾ PBCയുടെ ക്യാമ്പിൽ വന്നു. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാ പോകുന്നത്? ശരിയാണോ? അല്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാം. ഇവിടെ ഇപ്പോൾ ഇന്ന് ഉച്ച സമയമാണ്. നമ്മുടെ ടീം അംഗങ്ങളെല്ലാവരും തൊഴിയുന്ന ചേട്ടന്മാരെല്ലാവരും ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഞാനോട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ ട്രാക്കിൽ പോവാം. കാരണം BBC ഇപ്രാവശ്യം എങ്ങനെയാണ് പൊളിച്ചെടുക്കാൻ പോകുന്നത്. വിഭവസമൃദ്ധമായ ഊണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കേരക്കറിയുണ്ട്, തോരനുണ്ട്, ബീട്രൂട്ടിൻ്റെ ഒരു കൂട്ടുണ്ട്, സാമ്പാറുണ്ട്. സാമ്പാറാണോ രസമാണോ എന്നൊരു സംശയമുണ്ട്. ഇത് രണ്ട് ഏതോ ഒന്ന് സംഭവമുണ്ട്. പിന്നെ കഴിക്കാൻ പോവാം. എരിവും പുളിയൊക്കെ കുറച്ചെന്ന് പറഞ്ഞാലും ആവശ്യത്തിനുള്ള എല്ലാ സ്വാദും ചേർത്ത് ഇണക്കിയ ഒരു ഭക്ഷണം തന്നെ കേട്ടോ. അടിപൊളി. നമ്മുടെ PBCയുടെ എല്ലാമായത് സുനീറേട്ടാണ് ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത്. സുനീറേട്ട ശരിക്കും പറഞ്ഞാൽ PBCയുടെ സെക്രട്ടറി ആണ് അല്ലേ? അപ്പം ചങ്കാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീട്ടിലെ തൊഴിലുള്ള ചേട്ടന്മാരെല്ലാം ഇങ്ങനെ വിശ്രമിക്കുന്ന ഒരു ടൈമാണ്. പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വള്ളത്തിലേക്ക് കയറും. അപ്പോഴത്തേക്ക് രൂപവും ഭാവവും ആ ഒരു എനർജിയാണ് പിന്നെ. അപ്പം ഞാൻ സുനീറേട്ടാ ചോദിക്കാനുള്ളത്, നമ്മൾ ഒരുപാട് ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് ഒരുപാട് ആവശ്യം ഉള്ള ഒരു ടൈം കൂടിയാണ്. നമ്മൾ ഈ ക്യാമ്പ് ശരിക്കും എത്ര ദിവസമാണ്? ഇന്ന് ഇത്തവണത്തെ നമ്മുടെ ക്യാമ്പ് 40 ദിവസത്തെ ക്യാമ്പാണ്. ഈ ക്യാമ്പ് തന്നെ അതിന് മുമ്പ് തന്നെ നമ്മൾ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വൈകുന്നേരങ്ങളിൽ നമ്മുടെ പള്ളാത്തുരുത്തി പ്രദേശത്ത് വന്നിട്ട് പിള്ളേർ പ്രാക്ടീസ് ചെയ്ത് പരിപാടിയാണ്. ഇപ്പം 40 ദിവസത്തെ ക്യാമ്പാണ് നമുക്കുള്ളത്. 40 ദിവസത്തെ ക്യാമ്പ്. അപ്പോൾ ഇതിനിടയ്ക്ക് എങ്ങനെയാണ് അവരുടെ ഒരു കാര്യങ്ങളും ഒരു ചിട്ട അല്ലെങ്കിൽ ഒരു ചട്ടം എങ്ങനെയാണ്? ക്യാമ്പ് എന്ന് പറയുന്നത് രാവിലെ ഇപ്പോൾ നമുക്ക് 3 കോച്ചുമാരുണ്ട് ഇവിടെ. ഒരു ഫിസിക്കൽ കോച്ച് ഉൾപ്പെടെ 3 കോച്ചുമാരാണുള്ളത്. അവരുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങളെല്ലാം ക്യാമ്പിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവന്നത്, പിള്ളേരുടെ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ക്യാമ്പിൻ്റെ നടത്തിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് ഏകദേശം ആലപ്പുഴ നഗരസഭയുടെ 5ഓളം വാർഡുകൾ, അതേപോലെ തന്നെ കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ 2-3 വാർഡുകൾ, പിന്നെ ചമ്പക്കുളം 3-4 വാർഡുകൾ, പുന്നപ്ര വടക്ക് പഞ്ചായത്തിൻ്റെ 1-2 വാർഡുകൾ, ഇതെല്ലാം ചേർന്നിട്ടാണുള്ളത്. വളരെ വിശാലമായിട്ടുള്ളൊരു ഭൂവിസ്തൃതിയിലുള്ളൊരു ക്ലബ്ബാണ്, നാട്ടുകാരുടെ ക്ലബ്ബാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഏകദേശം 13ഓളം മേഖലാ കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികൾ വഴിയിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മൊത്തം ഏകോപിപ്പിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ ക്യാമ്പിൻ്റെ ചുമതലകൾ ഓരോ മേഖലയ്ക്കായിട്ട് വിഭജിച്ച് കൊടുത്തിരിക്കുകയാണ്. അവിടെയുള്ള പ്രവർത്തകർ അതിരാവിലെ 6:30 തന്നെ ഇവിടെ എത്തി ഇതിൻ്റെ ക്യാമ്പിലേക്കുള്ള പ്രവർത്തനങ്ങൾ മൊത്തം അവരാണ് ചെയ്യുന്നത്. പിള്ളേർക്കുള്ള ഭക്ഷണങ്ങൾ പിന്നെ വിളമ്പി കൊടുക്കുന്നതും അവരുടെ പാത്രങ്ങൾ, അങ്ങനെയുള്ള കുറേ അധികം പരിപാടികളുണ്ട്. അതെല്ലാം ഓരോ മേഖലക്കാർക്കും കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് പ്രവർത്തനങ്ങൾ പോകുന്നത്. ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലകളിൽ നിന്ന് തന്നെ നമുക്ക് നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ നമുക്ക് പിരിവ് തന്ന് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വള്ളസമിതി ഒരു വലിയൊരു ഘടകമാണ്. അതുകൂടാതെ നമുക്ക് ക്യാപ്റ്റനുണ്ട്. ഇത്തവണത്തെ നമ്മുടെ ക്യാപ്റ്റൻ, കഴിഞ്ഞ തവണത്തെ ക്യാപ്റ്റൻ തന്നെയാണ് ആലൻ ആൻഡ് എയ്ഡൻ മൂന്നതയ്ക്ക്. അദ്ദേഹം ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് തരുന്നത്. ഇത്തവണയും നല്ല രീതിയിലാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻ. പിന്നെ കൂടാണ്ട് നമുക്ക് ഇതേപോലെയുള്ള സ്പോൺസറിങ് കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളിതിന് ഫണ്ട് കണ്ടെത്തുന്നത്. ഈ നെഹ്റു ട്രോഫി 2024 നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏകദേശം 1,25,00,000 രൂപയാണ് നെഹ്റു ട്രോഫിക്ക് മാത്രമായിട്ട് ഞങ്ങൾ വകവച്ചിരിക്കുന്നത്.
അത് നമ്മുടെ ഈ ഫുഡും ക്യാമ്പും എല്ലാം എല്ലാം പിള്ളേരുടെ കൂലി എല്ലാം ഉൾപ്പെടെ അങ്ങനെ ഈ നമ്മുടെ നെഹ്റു ട്രോഫി തീരുന്ന അന്നേ ദിവസം വരെ അതെ വരെയുള്ള 1,25 ലക്ഷം രൂപ കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം 1,04 ലക്ഷം രൂപ അടുത്ത് വന്നിട്ടുണ്ട്. ക്രമാതീതമായി ഓരോ സാധനത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ് ഇത്തവണ പിള്ളേർക്ക് കൊടുക്കുന്ന കൂലി. നമുക്ക് ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ വള്ളം എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ചൊരു 5-6 വർഷം കൊണ്ട് നെഹ്റു ട്രോഫി കാണുന്ന ഒരാളാണ്. ഇപ്പോൾ ടി വിയിലൂടെ അല്ലെങ്കിൽ ആകാശവാണിയിലൊക്കെ ഒരു കാലത്ത് കേട്ടിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച കുറച്ച് കരക്കാരി ചേർന്ന് വള്ളം തുഴയുന്നു അന്നൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ അതിന് ശേഷം ഒരു ക്ലബ്ബായി അതിനൊരു ഫണ്ടിങ് സിസ്റ്റം വന്നു. അപ്പോൾ ശരിക്കും ഒരു എങ്ങനെയാണ് തുഴച്ചിൽക്കാരുടെ ഒരു ഫീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നൊരു അത് നമുക്ക് ഒരു പബ്ലിക്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെയും ഒരു വള്ളംകളി പ്ലസ് CBL സീസൺ കഴിഞ്ഞിറങ്ങുമ്പോൾ എങ്ങനെയായാലും ഞങ്ങളുടെ ക്ലബിൻ്റെ ഇതനുസരിച്ചിട്ട് ഒരു 80-85,000 രൂപ അടുത്ത് ഒരാൾക്ക് ഈ 12 കളികളും അദ്ദേഹത്തിന്റെ ഒരു കുടുംബം നയിക്കാനുള്ള ഒരു സാമ്പത്തിക സഹായം ഈ വള്ളംകളിയുടെ ഭാഗത്തുനിന്ന് കിട്ടും. തീർച്ചയായിട്ടും അതിന് വലിയ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്ദി പറയേണ്ടത് സ്പോൺസർമാർ. അതെ സ്പോൺസർമാരാണ്. അവരില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ വള്ളംകളിയൊന്നും മുന്നോട്ട് പോകത്തില്ല. സർക്കാരിന്റെ സഹായമൊക്കെ ഉണ്ടെങ്കിലും ഒരു അനിശ്ചിതത്വം ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ CBLന്റെ ചാമ്പ്യൻഷിപ്പ് നമ്മളാണല്ലോ അടിച്ചത്. അതിൻ്റെ ക്യാഷ് പോലും വിന്നിങ് ക്യാഷ് ഇതേവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെയധികം പ്രതിസന്ധിയിലാണ് എല്ലാ ക്ലബ്ബുകളും മുന്നോട്ട് പോകുന്നത്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഓഗസ്റ്റ് മാസം 2ാം ശനിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വള്ളംകളി പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അത് സാമ്പത്തികം കടബാധ്യത അവിടെ നിന്നാലും കൈ കിടക്കുന്ന സാധനം വിറ്റിട്ട് പോലും കപ്പടിക്കും. എന്താണെങ്കിലും നമ്മൾ കപ്പടിക്കും. 5ാമത്തെ തവണ ഉറപ്പായിട്ട് നെഹ്റു ട്രോഫി പള്ളാത്തുരുത്തി കരയിൽ കൊണ്ടുവെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനനുസരിച്ചിട്ടാണ് ഒരിക്കലും ഇല്ല. ഉറപ്പായിട്ട് കപ്പടിച്ചിരിക്കും. കപ്പടിച്ച് നമ്മൾ കളം വിടും. അപ്പൊ നമ്മള് ചേട്ടന്മാരുണ്ട്. എങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ. കാരണം നമ്മൾ അനുവാദം ചോദിച്ചിട്ട് വേണം അതിനോട്ട് കയറാൻ. അപ്പൊ പോകാലോ. ശരി. ഓക്കെ. ധനീഷ് നമ്മുടെ PBCയുടെ ക്യാമ്പിൽ വന്നപ്പോൾ കുറച്ച് ചേട്ടന്മാരിങ്ങനെ റെസ്റ്റ് ചെയ്യണം. അതിൽ കുറച്ച് പേരിങ്ങനെ ഫോണിൽ കളിച്ചു. പക്ഷെ ഞാൻ കല്യാണം നോക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ നമ്മുടെ കുഴച്ചിലും കളിയും കാര്യങ്ങളൊക്കെ? അടിപൊളി. പ്രാവശ്യം കപ്പ് കൊണ്ടുപോകും. തീർച്ചയായും. നിങ്ങളൊക്കെ എത്ര വർഷം കൊണ്ട് നമ്മുടെ ഈ കുഴച്ചിൽ മേഖലയിൽ അറിയണ്ടോ? ഞാൻ 2019 തൊട്ടുണ്ട്. ആ പ്രളയം കഴിഞ്ഞ ടൈം തൊട്ടുണ്ട്. അവിടെ 2010 സീനിയറാ? 17 19. അപ്പോൾ സൂപ്പർ സീനിയർ ആണോ അതല്ലേ? സൂപ്പർ സീനിയർ. നിങ്ങളൊക്കെ എങ്ങനെ തുഴച്ചിൽ ഇപ്പം വള്ളംകളിയോടുള്ളൊരു ആവേശമാണോ അല്ലെങ്കിൽ PBCയോടുള്ള സ്നേഹമാണോ? എങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്? PBCയുടെ സ്നേഹമുണ്ട്. പിന്നെ തുഴഞ്ഞൊരു കപ്പ് നേടണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. വർഷങ്ങളായിട്ട് തുഴയുന്നുണ്ട്. പ്രാവശ്യം നേടും. ഞാൻ 1ാമത്തെ 5ാമത്തെ PBC ഞാൻ 1ാമത്തെ. ഈ ഒരു ടീമിലേക്ക് വന്നതിന് ശേഷം നന്നായിട്ട് പോകുന്നു. നമ്മുടെ സ്വന്തം PBCയുടെ മുത്ത് ചങ്ക് കരള് ആശാൻ എൻ്റെ കൂടെ നിൽക്കുകയാണ്. ആശാൻ ശരിക്കും പറഞ്ഞാൽ PBCയുടെ അഭിമാനവും ഒപ്പം തന്നെ ഭാഗ്യമാണെന്നാണ് ഞാൻ കേട്ടത്. കാരണം കൂടെ നിന്ന കാലം അത്രയും അടുപ്പിച്ച് 4 തവണ വെള്ളിക്കപ്പ് PBCക്ക് കിട്ടി. ഇനിയിപ്പോൾ 5ാമത്തെ പ്രാവശ്യം നമ്മൾ കളത്തിലേക്ക് പോവാം. എന്താ ആശാൻ പറയാനുള്ളത്? തീർച്ചയായിട്ടും നെഹ്റു ട്രോഫിയുടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഇപ്പം PBC തുടർച്ചയായിട്ട് 5ാം കപ്പ് എടുക്കുന്നു. അടുത്ത വർഷം PBC ഡബിൾ ഹാട്രിക്കാണ്. ഇത് നേടിയെടുക്കാനുള്ള ശക്തമായ കോച്ചുമാർ, അതായത് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി മെഡലിട്ട 2-3 കോച്ചുമാരാണ് നമുക്ക് ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ അവർ ട്രെയിൻ ചെയ്ത് ടീമിനെ എൻ്റെ കയ്യിൽ ഉത്തേപ്പിക്കും, ഇവരെ കൊണ്ടുപോയി ട്രാക്കിൽ പറപ്പിക്കും. ഇതാണ് എൻ്റെ ജോലി. അത് 100% നെഹ്റു ട്രോഫി ഓഗസ്റ്റ് 10 നടന്ന കപ്പ് PBC പള്ളാത്തിൻ്റെ ഒരു കപ്പില്ല നടക്കും. ഉറപ്പായിട്ട് നടക്കും. കാരണം കാലാവസ്ഥ ഇച്ചിരി നമുക്ക് പ്രതികൂലമായി നിൽക്കുകയാണെങ്കിലും പക്ഷേ ആ ദിവസം ഉറപ്പായിട്ട് അന്തരീക്ഷം നമുക്ക് വേണ്ടി തെളിഞ്ഞു നിൽക്കും. തീർച്ചയായിട്ടും കാണികൾ ഉണ്ടാവും, ആവേശം ഉണ്ടാവും. പിന്നെ എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ട്രെയിനിങ്ങും കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച്? കഴിഞ്ഞ വർഷത്തിൽ ബെറ്റർ ടീമാണ് ഈ വർഷം PBC. കഴിഞ്ഞ വർഷം ഞങ്ങൾ പിന്നെ ഒരു അരത്തുഴപ്പാട് 1 ഉറപ്പാടാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ജയിച്ചതെങ്കിൽ ഇത്തവണ കാണികൾക്കും ഓഡിയൻസിനും വ്യക്തമായ ഒരു ലീഡ് നില പുലർത്തി തന്നെ നമ്മൾ അതിനുള്ള കരുത്ത് നമ്മുടെ ടീം ആർജിച്ചു.
രഹസ്യമായിട്ട് കാര്യം, എത്ര വയസ്സായി? എനിക്ക് വയസ്സ് 52 വയസ്സ്. ഞാൻ പറയും, ഏതൊരു പ്രായത്തിലാണ് നമുക്ക് വള്ളം കളി അല്ലെങ്കിൽ ഇത് നമ്മുടെ ഒരു ചോറാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉയിരാണെന്നൊക്കെ തോന്നിയ ആ ഒരു കാലഘട്ടം? എൻ്റെ 17ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ തുഴച്ചിൽ 17ാമത്തെ വയസ്സ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ വർഷം വരെ ഈ ഫീൽഡിലുണ്ട്. ഞാൻ തൊഴിലും ജയവും ഒക്കെ ആയിട്ട് എല്ലാ വർഷവും വള്ളം കളി. ആദ്യകാലത്ത് തുഴച്ചിക്കാരനായിട്ടാണ്. അതെ. അന്നത്തെ ഒരു ഓർമ്മ വലിയ മറക്കാനാവാത്ത ഒരു ആദ്യമായിട്ട് തുഴയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കിൽ ഇന്ന് നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ ടീം സെലക്ഷൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ ഇത് കണ്ടുകൊണ്ടാണ് വരുന്നത്. അന്ന് അങ്ങനല്ല. അന്ന് ഈ പിന്നെ അന്നത്തെ കളി വേറെ ലെവലായിരുന്നു. അവർ ഈ ഇന്നത്തെ കണക്കുള്ള രീതിയിലല്ല, നാട്ടുകാരുടെ ഒരു കളിയും അങ്ങനെ നാട്ടുകാരിനെ സെലക്ട് ചെയ്ത നമ്മൾ ആളുകളുണ്ട്. ഇന്നങ്ങനല്ല. ഇന്ന് നമ്മൾ കായിക ക്ഷമതയുള്ളവരെ മൊത്തം PVC ഇവിടെ ടീം സെലക്ഷൻ നടത്തി 300-ൽ പരം ആളുകൾ കൂടെ വന്നു. അതിനകത്തുനിന്ന് നമ്മൾ 85-90 വരെ എടുത്തുള്ളൂ. ബാക്കി നമ്മുടെ ഓരോ ശാലം ഉണ്ടായിരുന്നു. അവരെ വെച്ചാണ് ഇപ്പോൾ ടീം സെറ്റ് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് നമ്മൾ 17ാമത്തെ വയസ്സിലാണ് തുഴയാൻ കയറുന്നത്. ഇന്ന് മുതൽ ഇന്ന് വരെ തുടർച്ചക്കാരനായിട്ട് 5 കപ്പെടുത്തുന്നു. തുടർച്ചക്കാരനായിട്ട് 5 കപ്പെടുത്തുന്നുണ്ട്. കാളക്കാരനായിട്ട് 5 എടുത്തു. ഇപ്പോൾ 6ാമത്തെ കപ്പിലാണ്. അപ്പം പ്രാവശ്യം ആ വെള്ളിക്കപ്പ് ഈ 2 കരങ്ങളിൽ ഇങ്ങനെ സുരക്ഷിതമായി ഞാൻ ആശംസിക്കുന്നു. അപ്പം കേറി വാ കേട്ടോ, അടിച്ചു പൊളിച്ച് കേറി വാ. നമ്മുടെ ഈ PVCയുടെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ എനർജി ആയിക്കോട്ടെ അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷത്തിലൊക്കെ ഇത്രയും പേര്, ഏകദേശം ഒരു എത്ര 120 പേര്. തുഴച്ചിക്കാർ മാത്രം നമ്മൾ എത്ര? 100 പേര്. അപ്പൊ ഒരു കുടുംബമായിട്ട് ഒരൊറ്റ മനസ്സ്, ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. എന്തുവാ? വെള്ളിക്കപ്പ് നേടുക എന്നുള്ള ഒറ്റ ചിന്തയിലാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ തുഴച്ചിൽ കഴിഞ്ഞുള്ള സമയങ്ങളിൽ നമ്മുടെ ആശ നല്ല അടിപൊളി പാട്ട് പാടുന്നു. നമ്മുടെ സുബിൻ ചേട്ടനാണ് പാടാൻ പോകുന്നത്. നമ്മുടെ PVC ഇന്ന് തുഴയാൻ പോകുമ്പോഴത്തേക്ക് അടിപൊളി ഒരു ജേഴ്സി ഒക്കെ ഇട്ടാണ് പോകുന്നത്. ഇവിടെ ജേഴ്സി ഒക്കെ തയ്യാറായിട്ടുണ്ട്. ഇന്ന് അവർ ഇടാൻ പോകുന്ന ജേഴ്സി ഇത് അപ്പാർ കേബിൾ സൊല്യൂഷൻ ആണ് ഇത് സ്പോൺസർ ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഇട്ടിട്ട് വേണം ഇന്ന് അവരൊരു കലക്കാൻ പോവാണ്. നമ്മൾ ആ കാഴ്ചയിലേക്ക് പോവാണ്. എല്ലാവരും നല്ലൊരു ആർപ്പോട് കൂടിയിട്ട് നമ്മുടെ PVCയുടെ സ്വന്തം ക്യാപ്റ്റൻ ഈ 10 വയസ്സ് കൂട്ടുകാരനാണ് ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നത്. എന്താ പേര്? എന്റെ പേര് ഏഡൻ മൂന്തേക്കൻ. അങ്ങോട്ട് നോക്കി ഒന്നുകൂടി പറയും. എന്റെ പേര് ഏഡൻ മൂന്തേക്കൻ ആണ്. ഇപ്രാവശ്യം എങ്ങനെയാ കാര്യങ്ങളൊക്കെ? ഉഷാറാണ്, ആവേശം ഇരട്ടിയാണ്. എല്ലാവർക്കും ഒരു ഓർമ്മയുണ്ട് നമ്മൾ ജയിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും നമുക്ക് വേണം. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ സ്ട്രാറ്റജീസ് ഒന്നും പബ്ലിക്കിലോ സോഷ്യൽ മീഡിയയിലൊന്നും പറയത്തൊന്നുമില്ല. ഇല്ല, നമ്മൾ പ്രവർത്തിക്കുന്നതേ ഉള്ളൂ അല്ലേ? നമ്മൾ ഈ വരുന്ന 2ാം ശനിയാഴ്ച
ഓഗസ്റ്റ് 10-ാം തീയതി കുഞ്ഞവളയില് നമ്മുടെ ആ ഒരു പവർ കാണാൻ പോകും അല്ലേ? ഞങ്ങളുടെ കുഞ്ഞാവ നയിക്കുന്ന ഞങ്ങളുടെ PVC ഈ പ്രാവശ്യം കപ്പടിക്കാൻ പോകും, വെള്ളിക്കപ്പ് അല്ലേ? അപ്പൊ എല്ലാരും കാണാൻ വരാൻ പറ. അപ്പൊ എല്ലാരും കാണാൻ വരണേ. ഞങ്ങളുടെ കൊച്ചിനിങ്ങനെ വെള്ളിക്കപ്പ് വാങ്ങിച്ചിങ്ങനെ നിൽക്കുന്നത് കാണാൻ എല്ലാരും ഇങ്ങനെ ഉണ്ടാവും അല്ലേ? അതെ, എല്ലാരും ഉണ്ടാവും. അതാണ് എന്റെ ഉറപ്പ്. അതാണ് വരണം. നിങ്ങൾ വന്ന് ആവേശം പുളകിതരായിട്ട് ഞങ്ങൾ ഇങ്ങനെ ട്രോഫി ഉണ്ടോന്ന് കാണുന്നു അല്ലേ? അതെ, നമ്മൾ ഇപ്രാവശ്യം അടിച്ചു കയറി വരുമേ. ഓക്കെ, നമ്മുടെ PVCയുടെ ഒന്നാം പങ്കായം എന്ന് പറഞ്ഞതാ ഈ നിൽക്കുന്ന ഒരു 1.5 മുതല. ചേട്ടാ എന്തുണ്ട് പ്രാവശ്യം? എങ്ങനെ നമ്മള് സൂപ്പറല്ലേ? ഇപ്പൊ നമ്മള് ട്രയൽ ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് ഈ വർഷത്തെ കളി? നമ്മൾ ഇത്ര കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രയൽ നടത്തി. അപ്പം എങ്ങനെയാണ് ഒരു ആവേശം? ആണ് ഈ പങ്കായം ഇവിടെ തന്നെ പിടിച്ചോണ്ട് മുറുകെ പിടിച്ച് നിൽക്കും, ഒരിക്കലും വിട്ട് കളയത്തില്ല എന്നുള്ളൊരു ശക്തിയിൽ നിൽക്കുമല്ലേ? അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ കളി ഉഷാറായി മാറും. നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ പിള്ളേരാ. നമ്മുടെ ഒന്നാം തുഴ വരുൺ ചേട്ടനെ തപ്പി നടക്കുമായിരുന്നു. ഈ കൂട്ടത്തിൽ കളർ എല്ലാം ഒറ്റ കളറായതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റിയില്ല. എവിടെയും പറഞ്ഞ് ഞാൻ നിന്നപ്പോൾ ആളെത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം? നന്നായിട്ട് പോവാ. എന്താ ഒരു മിനിറ്റ് വ്യത്യാസം വല്ല ഹാട്രിക് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇതുവരെ ഇല്ലാത്തൊരു ടൈമിംഗ് അടിക്കുമോ? വേണം. ഇപ്രാവശ്യം എന്തായാലും കൊണ്ടുപോകും നമ്മൾ കപ്പ്, ഉറപ്പായിട്ട് കൊണ്ടുപോകും. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം ആ ഒരു ശനിയാഴ്ച നിങ്ങൾ ഒന്നാമതായി എത്തുന്ന കാഴ്ചകൾ ഒരുപാട് PVCയുടെ ഫാൻസ് ഉണ്ട്. അപ്പോൾ വരുൺ ചേട്ടനെ എല്ലാവരും നോട്ടം ഇട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഫ്രണ്ടോട്ട് വരാം. മുന്നോട്ട് വന്നേ. നമ്മുടെ ഈ യാത്രയിൽ ഇങ്ങനെ പോകുമ്പം നമ്മുടെ ആറിൻ്റെ ഇരു കരകളിലും ദേവാലയങ്ങളുണ്ട്, പള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും എല്ലാ മതത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് ഈശ്വരൻ എന്നൊരു പ്രതിബിംബത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടേതായ രീതിയിൽ ഒരു അർപ്പണം നടത്തിക്കൊണ്ടാണ് ഈ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം നമ്മുടെ ഹിരൺ സാറ്, നേവിയിൽ നിന്ന് റിട്ടയർഡ് ആയ സാറാണ്. ഇത് നമ്മുടെ വിനോദ് സാറ് ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സല്യൂട്ട് അടിക്കുന്ന രണ്ട് സംവിധാനത്തിൽ നിന്ന് വന്ന ആളുകളാണ് ശരിക്കും PVCക്ക് നല്ലൊരു ട്രെയിനിങ് നടത്തുന്നത്. ശരിക്കും PVC സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ പങ്ക് എത്രത്തോളം എന്നത് അറിയാൻ ഒരുപാട് ആകാംക്ഷയുണ്ട്. ആദ്യം ഹിരൺ സാർ പറയൂ. വിനോദ് സാർ പറയൂ. ഞാനിപ്പോൾ പറയാൻ തുടങ്ങിയിട്ട് 4 കൊല്ലമായിട്ട് കണ്ടിന്യൂ ഈ വെള്ളാതിരി ബോട്ടിലെ ഫീൽഡിലേക്ക് 4 കൊല്ലവും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. 5 കൊല്ലം അഞ്ചാമത്തെ കൊല്ലമാണ് ഞങ്ങൾ ജയിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഞങ്ങളുടെ ട്രെയിനിങ്ങിലും ഞങ്ങളുടെ പെർഫോമൻസിലും. ഈ പ്രാവശ്യം ഞങ്ങൾ കപ്പടിക്കും എന്നൊരു വിശ്വാസം ഞങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളുടെ ഇപ്പം മൊത്തത്തിൽ മലയാളികളെല്ലാം കൂടെ 105 പേരുണ്ട്. തോഴ്ചക്കാർ. ഞാൻ കിരൺ സാറുണ്ട്. കിരൺ സാർ ഫിസിക്കൽ കോച്ച്. ഞങ്ങൾ രണ്ടുമാണ്. ഇപ്രാവശ്യം 5ാം തവണയിലേക്ക് പോവാണ്. അപ്പം 70ാമത് നെഹ്റു ട്രോഫി നടക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ലീഡിങ് അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ശരിക്കും വലിയൊരു പങ്കാണ് നിങ്ങൾ വഹിക്കുന്നത്. അപ്പൊ എത്ര മണി തൊട്ടൊക്കെ ആയിരിക്കും ഇതിന്റെ ഒരു കാര്യങ്ങൾ തുടങ്ങുക? രാവിലെ ഞങ്ങൾ പ്രാക്ടീസ് 6:30 ആകുമ്പോൾ പ്രാക്ടീസ് ചെയ്യും. ഒരു 1.5 മണിക്കൂറോളം പ്രാക്ടീസ് ഉണ്ട് ഞങ്ങൾ രാവിലെ. വൈകുന്നേരം 4 മണി കഴിഞ്ഞ് 4:30 5 മണിയാകുമ്പോൾ പ്രാക്ടീസ് ചെയ്യും. അതാണ് നമ്മുടെ ഡെയിലി റൊട്ടീൻ. അല്ലാത്ത ദിവസം ഞങ്ങൾ ഇവിടെ ഈ ദൂരം അളന്നിട്ടുണ്ട്. ഈ ട്രാക്കിന്റെ ദൂരം ഞങ്ങൾ ഈ ആറ്റിൽ തന്നെ അളന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഇപ്പൊ കാലാവസ്ഥ ചെറിയ മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടും ഇങ്ങോട്ട് തൊഴിൽ ഫിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മൾ ഈ കാണാൻ വന്ന ഒരുപാട് ആവേശപ്രേമികളായിട്ടുള്ള വള്ളംകളി പ്രേമികളുണ്ട്. അവരോട് സാർ എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും PVC സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും
വളരെ ഹാപ്പി ആയിട്ടിരുന്നു. ഞങ്ങൾ ജയിച്ചിരിക്കും. അപ്പം പറയാനുള്ള ഈ വർഷം നമ്മളിത് 5ാമത്തെ നെഹ്റു ട്രോഫിയാണ് നമ്മുടെ. കഴിഞ്ഞ 4 വർഷമായിട്ട്, കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായ വർഷങ്ങളായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം വളരെ വെല്ലുവിളികളായിരുന്നു. ഈ വർഷം അത്രയും വലിയ വെല്ലുവിളികളൊന്നും ഇല്ലാന്ന് തന്നെ പറയാം. കാരണം നമ്മൾ നല്ല ടീമാണ്, നല്ല സെറ്റ് ടീമാണ്. ആദ്യം മുതലേ ക്യാമ്പ് ഇടാൻ പറ്റി, നല്ല ട്രെയിനിങ് കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് നമ്മളും നല്ലൊരു ആത്മവിശ്വാസത്തിലാണ്. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കപ്പടിക്കാൻ സാധിക്കും, നല്ല ടൈമിംഗ് വെക്കാൻ സാധിക്കുന്നത് വളരെ ഒരു കോൺഫിഡൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും നല്ലൊരു ട്രെയിനിങ് അക്കാദമി കൂടിയാണ് ശരിക്കും ഈ ഒരു 30-40 ദിവസത്തെ ഒരു ക്യാമ്പ് സിസ്റ്റം. എല്ലാത്തിലും ഏതിലാണെങ്കിലും ഡിസിപ്ലിൻ മസ്റ്റാണ്. എന്ത് പെർഫോമൻസ്, എന്ത് സ്പോർട്സ് കാണിക്കുന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ആ ടീമിനെ നശിക്കും. ഞങ്ങളുടെ ടീമിൽ അങ്ങനെ ഡിസിപ്ലിൻ 100% ആണ്. അത് എത്ര വലിയ പ്ലെയർ ആണെങ്കിലും ഞങ്ങൾ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ അവനെ ടീം നിർത്താറ്. അതാണ് ഞങ്ങളുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളെല്ലാവരും അങ്ങനെയാണ്. അപ്പൊ 2 സാറന്മാർക്കും നല്ല ഒരു സന്തോഷ വാർത്ത ഈ വരുന്ന 10-ാം തീയതി ഉണ്ടാവട്ടെ. വീണ്ടും 5ാം തവണയും അതിന്റെ ഭാഗമാവാൻ സാധിക്കട്ടെ. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ കാരിച്ചാൽ എങ്ങനെയാണ് കുതിക്കുന്നത്, അല്ലെങ്കിൽ PBC എങ്ങനെയാണ് തുഴയുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ട്രാക്ക് എൻട്രി സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അവരുടെ പത്തരമാറ്റ് തുഴച്ചിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വേറെ ബോട്ടിലാണ് കയറിയിരിക്കുന്നത്. ഇത് ബോട്ടിന്റെ ഡ്രൈവർ ചേട്ടനാണ്. ഡ്രൈവർ ചേട്ടനാണ് ഇത് പറയുന്നത്. പിന്നെ സ്വാങ്, അതെ സ്വാങ്, നമ്മുടെ മായാവി. ഇത് നമ്മുടെ സ്വാങ് തന്നെ. വേറെന്താ? അഭി. എവിടെ വീട്ടിലെത്താ? എത്ര വർഷം ഈ ഒരു ഫീൽഡ്? ലൈസൻസ് ഒക്കെ എടുത്ത് അടിപൊളിയാക്കി. ഞാനൊരു കാറിന്റെ ഡ്രൈവിംഗ് എടുക്കാൻ നടക്കിയിട്ട് കുറെ നാളായി, നടക്കുന്നില്ല. ശരി, നമുക്ക് ഓടിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്ന ട്രാക്ക് എൻട്രി കാണാനാണ്. എത്ര മിനിറ്റിലാണ് അവർ കുതിച്ച് വരുന്നതെന്നുള്ള ആ മനോഹരമായ കാഴ്ച. അവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ വെള്ളം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും ടൈമറും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ആ കാഴ്ചയിലേക്ക് പോകാം. അത് ചെമ്പക്കുളത്തെ പിള്ളേരല്ലേ?
ടൈമിംഗ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പവറാണ്. ആ ടൈമിങ്ങും കൂടെ കിട്ടിയാൽ മതി. എല്ലാവരും ഒരേപോലെ തുഴയിട്ട് കഴിഞ്ഞാൽ വെള്ളം പറക്കും. അവിടെ വന്ന്